നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആരാ? ആദിത്യന്റെ മുത്തശ്ശിയല്ലേ? അതെ, ഞാൻ ആദിത്യന്റെ ഫ്രണ്ടിന്റെ അമ്മയാ, മായ. ആദിത്യനില്ലേ ഇവിടെ? ഉണ്ടല്ലോ, വന്നാട്ടെ. ഞാനിവിടെ തലേക്കാവിൽ അമ്പലം വരെ വന്നപ്പോ വെറുതെ ആദ്യം ഒന്ന് കാണാന്ന് വെച്ച് കേറിയതാ. ഓ, അതിനെന്താ, സന്തോഷായി. ഇരുന്നാട്ടെ, ഞാൻ ഇപ്പൊ അവനെ വിളിക്കാം. ആദിക്കുട്ടാ, മോനെ. എന്താ മുത്തശ്ശി? നിന്നെ കാണാൻ ഒരാള് വന്നിരിക്കുന്നു. ആദി, വാ വാ. എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? മോന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ പൂജയുടെ അമ്മയാ. മനസ്സിലായി. നിങ്ങൾ സംസാരിക്കേ, ഞാൻ ചായ എടുക്കാവേ. അയ്യോ, ഇപ്പൊന്നും വേണ്ട. അതൊന്നും പറ്റില്ല. ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെ പൂജയുടെ അമ്മ ഞാൻ വിടില്ല. അമ്മയ്ക്ക് പൂജയെ അറിയോ? കേട്ടിട്ടുണ്ട്. ആദിമോന്റെ കൂട്ടുകാരിയല്ലേ? മുമ്പെങ്ങോ ആ കുട്ടി ഇവിടെ വന്നിട്ടുണ്ടോ മോനെ? ഇല്ല മുത്തശ്ശി. ഇവന്റെ ഒരുപാട് കൂട്ടുകാർ ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. നിങ്ങൾ സംസാരിക്ക, ഞാൻ ഇപ്പൊ വരാം. ആദിത്യനെ പോലെയല്ല, മുത്തശ്ശി സത്യസന്ധയാ. അവളെവിടെ? പൂജ. പൂജയോ? എന്താ, ഇനി നീ പൂജയെ അറിയില്ലെന്ന് പറയോ? എന്റെ മകൾ എവിടെയാന്നാ ഞാൻ ചോദിച്ചത്. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ആന്റി. ഒന്നും മനസ്സിലാകാഞ്ഞിട്ടാണോ നീ എന്നെ കണ്ടപ്പോ ഞെട്ടിയത്? ഒന്നും അറിയാഞ്ഞിട്ടാണോ നീ നിന്ന് വിറയ്ക്കുന്നേ? ആന്റി എന്തൊക്കെയാ പറയുന്നത്? നീ ഒരുപാട് പൊട്ടം കളിക്കല്ലേ. പൂജ എവിടെയുണ്ടെന്ന് നിനക്കറിയാം. ആന്റി, നിന്നെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. ആന്റി, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. പൂജ പൂജ എവിടെ പോയി? നീ അറിയാതെ അവൾ എങ്ങും പോവില്ല. നീയായിരുന്നില്ലേ അവളുടെ കാമുകൻ? ആന്റി, ഇതൊക്കെ വെറുതെ ആരോ പറയുന്നതാ. ആരും പറഞ്ഞതല്ല, അവള് തന്നെ പറഞ്ഞതാ. ലാപ്ടോപ്പിൽ അവളുടെ ഡാറ്റ കളക്ഷനിൽ ഏറ്റവും കൂടുതലുള്ളത് നിന്റെ ഫോട്ടോസും വീഡിയോസും. നീയും അവളും ബൈക്കിൽ കറങ്ങുന്നതൊക്കെ കണ്ടവരുണ്ട്. പിന്നെയും ഉണ്ട് തെളിവുകൾ. നീ നേര് പറ, അവൾ എവിടെ? അവക്ക് എന്താ സംഭവിച്ചത്? ആന്റി, എനിക്കറിയില്ല. ഞാനിത് വിശ്വസിക്കില്ല. അവൾ എവിടെയുണ്ടെന്ന് നിനക്കറിയാം. നിനക്ക് മാത്രമേ അതറിയൂ. ബിക്കോസ് ഷീ ഈസ് പ്രഗ്നന്റ്. ഇപ്പൊ ഞാനിവിടെ വന്നത് പൂജയുടെ അമ്മയായിട്ടാ. നാളെ മായാലക്ഷ്മി IAS ആയി എന്നെ നീ ഇവിടെ വരുത്തരുത്. നാൽപ്പത്തെട്ട് മണിക്കൂർ സമയം ഞാൻ നിനക്ക് തരും. അതിനുള്ളിൽ എന്റെ മകൾ സേഫായി എന്റെ വീട്ടിലെത്തിയിരിക്കണം.
അല്ലെങ്കിൽ എന്റെ പദവിയുടെ പവർ എന്താന്ന് നീ അറിയും. എന്താ ദത്തേട്ടാ? ആ പോയതേ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കമ്മീഷണർ മായലക്ഷ്മി അല്ലേ? ആണോ? ആ അതെ അതെ, അത് അവര് തന്നെയാ. അവരെന്താ ഇവിടെ? അയ്യോ, അവര് പോയോ? അതെന്താടാ പറയാതെ പോയേ? പെട്ടെന്നൊരു ഫോൺ വന്നപ്പോ ആദി ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ ഇവിടെ വന്നിട്ട് പോയത് മായലക്ഷ്മി IAS അല്ലേ? അവരെന്തിനാ ഇവിടെ വന്നേ? അത് തന്നെ ഞങ്ങളും പറഞ്ഞോണ്ടിരുന്നേ. ആദ്യമന്റെ കൂട്ടുകാരുടെ അമ്മയാ ഇവിടെ തലേക്കാവി വന്നപ്പോ വെറുതെ ഒന്ന് കാണാൻ കേറിയതാ. അവർ IAS കാരിയാണെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. ആ തണ്ടും ഭാവവും ഒന്നുമില്ല, ഒരു സാധു സ്ത്രീ. നീ എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നേ? ഒന്നുമില്ല അളിയ. അവനെങ്ങനെയാ മിണ്ടുന്നത്? ഇന്നലെ രാത്രി ഒന്നും പറയാതെ മുത്തശ്ശിയെ കാണാൻ മതില് ചാടി വന്നവനല്ലേ? അതേടേ, നിന്നെ പോലെയല്ല, ഇവൻ എന്നോട് സ്നേഹമുണ്ട്. എന്ന് വെച്ചാ എനിക്ക് സ്നേഹമില്ലെന്ന്. അയ്യോ, അല്ലെങ്കിലും എനിക്കറിയാം മുത്തശ്ശിയും കൊച്ചുപോനും ഒറ്റക്കെട്ടാണെന്ന്. നമ്മളൊക്കെ വഴിപോക്കരാണല്ലോ. ഒന്ന് പോടി. ആ അത് പറഞ്ഞപ്പോഴാ ഈ വഴിപോക്കൻ അന്ന് പറഞ്ഞ കാര്യം ഉറപ്പിച്ചു കേട്ടോ. എന്താ ദത്ത? ഇവനെ ഡൽഹിയിലാക്കുന്ന കാര്യം. പേപ്പർ വർക്കൊക്കെ ഞാൻ മൂവ് ചെയ്ത് തുടങ്ങി. മിക്കവാറും അടുത്ത മാസം ഫസ്റ്റ് വീക്ക് പോകേണ്ടി വരും. ദത്തൻ എന്നോട് പിണക്കം തോന്നരുത്. എന്താ മുത്തശ്ശി? അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോ ഇവനെ ദൂരേക്കെങ്ങും വിടണ്ടെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. മുത്തശ്ശി എന്താ ഈ പറയുന്നേ? ഞങ്ങൾക്ക് പരസ്പരം പിരിഞ്ഞിരിക്കാനൊന്നും പറ്റത്തില്ലടി. എന്തൊക്കെ പറഞ്ഞാലും ഇവനെ ഇവിടെ ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. അപ്പൊ ഇവനിവിടെ പിടിച്ചു നിർത്തി ഇവന്റെ ഭാവി കളയാനാണോ ഉദ്ദേശം? ഡൽഹി പോയി പഠിച്ചില്ലെങ്കിൽ ഭാവി ഉണ്ടാകത്തില്ലെന്നാണോ നീ പറയുന്നത്? നിന്റെ അമ്മ ഈ വീട്ടിൽ നിന്നല്ലേ പോയി പഠിച്ചത്? ദൈവം അവൾക്ക് ദീർഘായുസ് കൊടുത്തില്ലെങ്കിലും ഞാൻ അവളെ പഠിപ്പിച്ച് കോളേജ് ലെക്ചറർ ആക്കിയില്ലേ? അപ്പൊ പഠിക്കണമെന്ന് വെച്ചാ എവിടെ നിന്നാലും പഠിക്കും. IPS കാരനാകാൻ ഇവന് തലവരയുണ്ടെങ്കിൽ അതിന് നാട് വിട്ടു പോയി പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവനെ സങ്കടപ്പെടുത്തിട്ട് എനിക്ക് ഒന്നും നേടണ്ട.